ഹൈ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ട് 2 യൂട്യൂബേഴ്സിൻ്റെ ഫാമിലി ഇഷ്യൂസാണ്. ലൈക്ക് ഇപ്പോൾ എല്ലാവരുടെയും വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ അതിനെ റിയാക്ട് ചെയ്തിട്ട് ഇതിനേക്കാളും വലിയ വിവാദ നായകരായിട്ടുള്ള വേറൊരു ടീം ഉണ്ടായിരുന്നു, ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ്, മല്ലു ഫാമിലി, സുജിൻ ആൻഡ് പൊന്നൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അതിനെ റിയാക്ട് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. സോ എല്ലാവരും അതെടുത്ത് വീണ്ടും റിയാക്ട് ചെയ്ത കാര്യം അവരെ വിളിപ്പിക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നായിരുന്നു. സോ ഒരുപാട് പേര് അതെടുത്ത് റിയാക്ട് ചെയ്തായിരുന്നു. അതിൽ ഇവർ ഒരാൾ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്, യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്. സോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, എന്നാൽ കോമഡിയാണ്. നമുക്ക് ഫസ്റ്റ് കണ്ടു നോക്കാം. കുട്ടികളാരും വീഡിയോ കാണരുന്നുകൊണ്ടാണ് പുള്ളി തമ്മിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, കണ്ടു. നമ്മുടെ മുലപ്പാല് കുടിച്ച് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം ഫേക്ക് ആണ് എന്ന് ഈ തെളിയിച്ച ഈ പറഞ്ഞ് ഞാൻ ചെയ്യും. വെല്ലുവിളിച്ചിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് തന്നെ. പണ്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, സുജിൻ പൊന്നൂസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത് സുജിൻ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂ നടന്നിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യം പറയുന്നതെന്ന് തോന്നുന്നു. ബാക്കിയുള്ള നമുക്ക് കണ്ടു നോക്കാം. സൗണ്ട് കുറച്ച് കമ്മിയാക്കിയേക്ക്. പ്രവീൺ കൊച്ചു റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കേട്ടോ. അമ്മാതിരി ഞെട്ടിക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് മല്ലു ഫാമിലി വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും മൂക്കും വാങ്ങി കൂട്ടി നാട്ടുകാരെ വായിരിക്കുന്ന കുറച്ചുകൂടി പള്ളും കൂടി കേട്ട് ഏറി കയറി ഇതിന്റെ ഇടയിൽ കൂടി ഒന്നുകൂടി ഏറി കയറി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിനക്ക് പിന്നെ ഏറിൽ കയറുന്ന ഒരു കുടുംബ സ്വത്തായിട്ട് നീ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ വായിലിരിക്കുന്ന കേട്ട അണക്കെന്ത് മൈര പണി അണക്കെന്താ പണി? അണക്ക് മറ്റോ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു റിംഗ് ലൈറ്റും വെച്ചിട്ട് അണക്കല്ല എന്റെ പണി, അല്ലാണ്ട് അണക്കെന്താ പണി അതിന്റെ മോനെ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അണക്കെന്താ പണി. ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്കിവിടെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് എന്നെ പറ്റിയിട്ട് എൻ്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് കണ്ടു. അവരെ വീടിന്റെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു മല്ലു ഫാമിലി പോലെ കാണിക്കും. റിയാക്ഷൻ വീഡിയോ കൊണ്ട് പച്ചത്തെറി വിളിക്കാനായിട്ട് അവൻ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് സംഭവം ഇവനും പറയാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഇവനും വീഡിയോ ഇടാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏറി പോകാത്തൊക്കെ ഓരോ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഇവൻ നല്ല കാര്യം പറഞ്ഞാൽ ഇവൻ ഏറി പോവില്ല, അത്രേ ഉള്ളൂ. അതിപ്പോൾ അതിൽ വ്ളോഗ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇവൻ പച്ചയ്ക്ക് വന്ന് നേരത്തെ എറിയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടുള്ള തമ്പലൈനുകൾ മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അണക്കെന്ത് മൈര പണി അതാണ് ചോദിക്കണേ. അതുപോലെ വീഡിയോ ഹെഡ്സെറ്റ് വെച്ചിട്ട് തന്നെ കാണുക. എന്നുണ്ടെങ്കിൽ ചെപ്പശ്ശേരിക്ക് വായോ, ഞാൻ പാലക്കാട് ചെപ്പശ്ശേരിയാണ് എൻ്റെ വീട്, ഞാൻ ഇങ്ങോട്ട് വായോ. അണക്കെന്താ പണി? ഇപ്പം ഞാൻ 6 വർഷമായി ഇപ്പോൾ യൂട്യൂബിൽ 1700 1500ഓളം ഞാൻ വീഡിയോസ് ഇതിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഞാൻ മറ്റവരെ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ അടുക്കളക്കാരി ഇട്ടോ എൻ്റെ വീടിൻ്റെ ഉള്ളത്തെ കാര്യം ഇട്ടോ ഒന്നും വിഷയമല്ല. ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളൂ. അണക്കെന്താ പണി? മറ്റവൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇച്ചിരി സംസാരിക്കലാണ് അണക്ക് പണി. അണക്ക് വേറെന്താ പണി? അനുയാജിക്ക് എന്താ പണി? ഈ അവിടെയും ഇവിടെ ഇരുന്നിട്ട് അത് മറ്റോ റിംഗ് ലൈറ്റും വെച്ചിരുന്നിട്ട് മറ്റോനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ നാട്ടുകാരെ നാളെ എന്താണ് ഉണ്ടാക്കണെന്നുള്ളത് നോക്കിയിരിക്കുക. അതല്ല എന്റെ പണി. അനക്ക് വേറെന്താ പണി? ഈ സ്വന്തമായിട്ട് എന്ത് കിണ്ടി? അത് മാത്രമല്ല പണി. നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് നീ കുറ്റം ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യാതെ നിന്നെക്കുറിച്ച് ആരും കുറ്റം പറയില്ല. നിനക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുള്ളത് ആ പ്രമോഷൻ്റെ പേരിലാണ്. ഏത് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രമോഷൻ ചെയ്തിട്ട് അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ടും നീ പ്രൊമോട്ട് ചെയ്തു. ആൾക്കാരിൽ നിന്ന് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് നീ പ്രൊമോട്ട് ചെയ്തു. പൈസ പോയവരെ നീ ചീത്തയും വിളിച്ചു. സോ നിന്റെ വീഡിയോസ് മാത്രമാണ് നീ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ബാക്കി കൂടി കണ്ടോ. ഈ സ്വന്തമായിട്ട് എന്ത് കിണ്ടിലെ മറ്റേ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു ഉണ്ടാക്കിയൊരു വീഡിയോ കാണിച്ചെടുക്കുക. ഞാൻ പ്രൊഫൈലിൽ കയറി നോക്കിയല്ലോ, ഫുള്ള് മറ്റവരെ പറ്റി കുറ്റം പറയുന്നത് മാത്രമാണ് എൻ്റെ വീഡിയോ ഉള്ളൂ. അതാണ് അത് അവൻ്റെ കണ്ടന്റാണ്. അവൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. ഇതിൽ നിന്നെ മാത്രമല്ല റിയാക്ട് ചെയ്യുന്നത്, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ നീ വന്ന് പെട്ടു. സോ നിന്നെ റിയാക്ട് ചെയ്യുന്ന രീതി റോങ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് പറയാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നീ റിയാക്ട് ചെയ്യണതിനും ഒരു രീതി വേണം. ഒരുമാതിരി നേരെ വന്ന് തെറി വിളിച്ചിട്ടല്ല റിയാക്ട് ചെയ്യുക. മറ്റണക്കെന്താ പണി? പിന്നെ കാര്യം പറയാം, ഞാൻ പറയുന്നത് മലയാളം, നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്ന മലയാളം, വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മലയാളം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം. പിന്നെ നീ എന്തിനാണ് അത് റിയാക്ട് ചെയ്യണത്? നമുക്ക് കാണാണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തു, ഞാൻ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട്. സത്യമാണ്, നീ പറയുന്നതും മലയാളം, കേൾക്കുന്നവരും മലയാളത്തിൽ തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഇപ്പം നീ ഇതുപോലെ ഉഡായിപ്പ് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ അതുപോലത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുറേ പേർക്ക് അത് മനസ്സിലാവില്ല. അതറിയാത്ത ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും? അതിലേക്ക് ചെന്ന് പൈസ ഇട്ട് പൈസ പോവും.
സോ ഇതിനെക്കുറിച്ച് അറിയുന്നവർ അത് റിയാക്ട് ചെയ്ത് നീ ചെയ്യുന്നത് തെറ്റാന്ന് പറയും. അതിലിപ്പോൾ നിനക്ക് തെറ്റ് പറയാൻ പറ്റുമൊന്നുമില്ല. അവർ പറയുന്നതിൽ എങ്ങനെ റോങ് പറയാ? നീ പറയൂ അത് തെറ്റാണെന്നില്ല. നീ നിൻ്റെ വീഡിയോസിൽ എന്താ പറയുക, അത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കും. സോ നീ പറ്റിക്കുകയാണെന്ന് വേറൊരാൾ വന്ന് പറയും. അതിലിപ്പോൾ എങ്ങനെ റോങ് പറയാൻ പറ്റുക? നിന്റെ ഭാഗത്ത് മാത്രമാണ് അത് ശരിയുള്ളത്. ഞാൻ മലയാളമാണ്. എൻ്റെ വീടിൻ്റെ അടിയിൽ വരുന്ന ആൾക്കാർ കമന്റ് ഇടുന്നത് മലയാളമാണ്, എല്ലാം മലയാളമാണ്. പിന്നെ അന്നെ പോലെ ഒരു ഇതിന് അവിടെ ആവശ്യമില്ല. കാരണം ഇടയിൽ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യം നീ ഒരു കാര്യം ചെയ്യ്, സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യ്, അല്ലാണ്ട് മറ്റോന്റെ പോയി ഉണ്ടാക്കാതെ കേട്ടോ. അത് നമുക്ക് കേൾക്കാം. എന്തായാലും തന്നെ ഉളുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നീ അത് നിരന്തരം കേൾക്കുന്നു, ഞാൻ അത് കേൾക്കാൻ അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. എന്റെ കതിരി പാട് കണ്ടോ? ഇത് മറ്റേ 2 ദിവസം മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ്സ് കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ തന്നെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവുന്നു ഇതിനെ പറ്റിയിട്ട്. ഇത് പൊന്നൂസ് കടിച്ചാണ്. അയ്യേ പൊന്നൂസ് കടിച്ചാ ആ പെണ്ണിനെ നിന്നെ അവിടെ കടിക്കത്തു. പിന്നെ എന്റെ തന്ത വന്നിട്ടാണ് എനിക്ക് 2 കുട്ടി ഉണ്ടാക്കി തന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യം അതിൽ വ്ളോഗ്സിനില്ല. അത് അവരുടെ ഫാമിലി ആയിട്ടുള്ള ചെറിയ തമാശയും കാര്യങ്ങളാണ്. അതിൽ കയറി വന്നിട്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അതൊരുമാതിരി അസ്ഥാനത്തെ കോമഡി ആയിപ്പോയി. ആണോ? അത് ഞാൻ ചോദിക്കണേ, കാരണം ചോദിക്കണേ ആണോ പോലുമില്ല ആയിരിക്കും ഉദ്ദേശിച്ചത്. അവക്ക് അറപ്പാ. വല്ലാത്ത അവസ്ഥയാടാ നിന്റെ അവസ്ഥ. മൊത്തത്തിൽ പരിതാപകരമാണ്. നീ എന്ത് പാടേ, നിന്നെ ആർക്കും വേണ്ടേ, വീട്ടിൽ വേണ്ട, അവക്ക് പോലും കടിക്കാൻ വേണ്ടെന്ന് അവള് പറ. കഷ്ട. അത് ചുമ്മാ തമാശയ്ക്ക് അവരുടെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിനെങ്ങനെ വൾഗറായിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം അതിലില്ലായിരുന്നു. സോ അതിനാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. അത് ഓക്കെ. പക്ഷെ പറയുന്നത് പച്ചത്തെറിയാണ്, അതാണ് പ്രശ്നം. അതിന്റെ ഇടയിൽ കൂടി നിന്റെ ഈ ഓഞ്ഞ പാടാണ് കാണിക്കാൻ നടക്കണം. നിന്റെ ഓഞ്ഞ പാട് കാണിക്കാൻ നടക്കണ ഈ പൊന്നൂസിന്റെ നിന്നെ വേണ്ട. എന്നാ വേറൊരാളേക്ക് കൂട്ടിത്തരുവോ? പൈസ എത്ര വെച്ച് കൊടുക്കാൻ നമുക്ക് കിട്ടുമോ? ഉണക്ക് കിട്ടുമോ? ഇത് പാടാണ്. ഇത് പാട് കണ്ടോ? കടപ്പാട്. ഇത് എന്റെ പഴയ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പാടാണ്. മീൻസ് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് ചെറുപ്പത്തിൽ വരും മുമ്പേ ഈ പാടുണ്ട്, ചെറുപ്പത്തിലുണ്ടെന്ന്. എവിടെ അമ്മ നന്നാടൻ മൈര. അതെ, എന്തേ കുഴപ്പമാണ് നടക്ക്? എല്ലാരും ഹെഡ്സെറ്റ് വെച്ചിട്ട് തന്നെ കേൾക്കാൻ നോക്കുക. ഇതിൽ പച്ചത്തെറിയാണ് മുമ്പ് പറയുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. സംഭവം അതിൽ പറഞ്ഞ റോങ് ആണ്. അത് അവർ കപ്പിൾസായിട്ട് ഹസ്ബൻഡും വൈഫും പല കാര്യങ്ങൾക്കും അങ്ങനത്തെ കോമഡിയൊക്കെ പറയും. പക്ഷെ അതിൽ കയറി ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ എന്താണ് ഇഷ്യൂ അത് പറഞ്ഞാൽ മതി. പക്ഷേ ഇതവൻ റോങ് ആയിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തത്. അതിനിങ്ങനെ തെറി പറഞ്ഞിട്ടാണ് ഇവൻ തെറി പറയാതെ കുറച്ചുകൂടി മാന്യമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഇവന് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടിയാണ്. എന്തായാലും അതിന്റെ മോൻ അന്നേക്കായും പബ്ലിസിറ്റി എനിക്കുണ്ട്. അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോ എന്നുള്ളതല്ല, എന്തായാലും അന്നേക്കായും ആൾക്കാർ ഇന്നറിയാം. അതിനിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അന്നേക്കായും പബ്ലിസിറ്റി എനിക്കുണ്ട്. അത് നല്ല ബോധ്യമുണ്ട് എനിക്ക്. ആ ബോധ്യം അവന് നന്നായിട്ടുണ്ട്. കാര്യം ട്രോളിൽ ഇഷ്ടം പോലെ അവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവന് തന്നെയായിരിക്കും പബ്ലിസിറ്റി കൂടുതൽ. നല്ല പോലെ അവനെ ട്രോൾ ചെയ്തൊരു ടൈമിൽ എയറിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നത് കറക്റ്റ്, അവൻ തന്നെയായിരിക്കും പബ്ലിസിറ്റി കൂടുതൽ. ഒരു കാര്യം ചെയ്യും, ഇത് മറ്റേ വീഡിയോ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. കാരണം എൻ്റെ വീഡിയോസിൻ്റെ ആ കണ്ണെടുത്ത് മാറ്റി. കാരണം എൻ്റെ കണ്ണടയിലെ ആ റിംഗ് ലൈറ്റിൻ്റെ സംഗതി കാണാൻ കേട്ടോ. അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതൊന്ന് എടുത്ത് മാറ്റിയാക്ക്. ഓക്കെ, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താടാ? അവന് കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് കണ്ണട വയ്ക്കുന്നു എന്ന് വെച്ച് കണ്ണട എടുത്ത് മാറ്റാൻ പറ്റൂ? കണ്ണ് കണ്ടവന് തോന്നടാ. പിന്നെ എനിക്ക് വേറെ അതായത് വേറെ വീഡിയോസിൽ തമ്പലൈനൊക്കെ നമ്മളെ അവരോട് ഒരുമിച്ച് വെച്ചിട്ടുള്ള തമ്പല കണ്ട് നിങ്ങളെല്ലാവരും ആദ്യം കാര്യം മനസ്സിലാക്കണം. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വ്ളോഗ് ഇടും. ആ വ്ളോഗല്ല നമ്മുടെ ലൈഫുകൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 10 മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ 15 മിനിറ്റ് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം മറ്റേ അടിപൊളിയാണ് അങ്ങനെയില്ല. കാരണം അവർക്ക് ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പോലെ തന്നെ ദേഷ്യം, വാശി, അതുപോലെ തന്നെ പക അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസ. അതവൻ പറഞ്ഞ് കറക്റ്റാണ്. ഒരിക്കലും നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവർ ആ വീഡിയോയ്ക്ക് വേണ്ടി പക്കയായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രവീൺ പ്രണവ് ഇഷ്യൂലും നമ്മൾ കണ്ടത്. വീഡിയോയ്ക്ക് പുറത്ത് അവർ തമ്മിൽ നല്ല വഴക്കാണ്, പക്ഷെ വീഡിയോയിലുള്ളിൽ അവർ നല്ലപോലെ ആക്ട് ചെയ്തു. അതിന്റെ മെടുക്കടമൈര ഞാൻ പ്രൊമോട്ട് ചെയ്യും, ഇതാക്കി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ കേസും കൂട്ടം വന്നാൽ അത് നോക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കൂട്ടിക്കൈ. അതപ്പോൾ ഈ നോക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? എനിക്കെന്നുള്ളതല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. അണക്ക് 500ന്റെ പ്രശ്നമാണെങ്കിൽ എനിക്കിവിടെ ലക്ഷങ്ങളുടെ പ്രശ്നമാണ്. മനസ്സിലായോ? ഞാൻ ഓട്ടോ സമയത്ത് എനിക്ക് 100ന്റെ 200ന്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നമാണ്. മനസ്സിലായോ?
ഈ അഹങ്കാരം നിനക്ക് നല്ല നല്ല മോനെ. ആൾക്കാരെ പറ്റിച്ച് വീഡിയോ ചെയ്തിട്ട് നീ പ്രൊമോട്ട് ചെയ്തിട്ട് അതിന് കേസൊന്നാ നീ നോക്കുന്നു പറയുന്നത് എവിടത്തെ വർത്താനാണ് അത്? നിന്നൊക്കെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നിൻ്റെ വ്യൂവേഴ്സാണ് അത് ചെയ്യുന്നത്. അവരെ പച്ചയ്ക്ക് പറ്റിച്ചിട്ട് അതിന് പിന്നെ അവർ കേസ് കൊടുത്താൽ നീ നോക്കിക്കോളും നിൻ്റെ കാശുണ്ടെന്നോ? അത് നിനക്ക് നല്ലതിനല്ല. അതിനുള്ളത് നീ കയറാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ നാട്ടുകാരെ പറ്റി ചൂമ്പിച്ച് ജീവിക്കാന്ന് ഈ കൂട്ടിക്കോ. ഈ എന്താ മൈര ചെയ്യണത്? മറ്റൊന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയണതോ? അപ്പം എന്നോട് ഞാൻ കാര്യം പറയട്ടെ, ഈ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തു കേട്ടോ. ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ എൻ്റെ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയണുണ്ട്. ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മലയാളികളാണ്, അവർക്കത് മനസ്സിലായി. അത് അവിടെയാണ് നിനക്ക് കാര്യം മനസ്സിലാവാത്തത്. നീ നാട്ടുകാരെ പറ്റിച്ച് വീഡിയോ ചെയ്യുന്നു നീ സമ്മതിച്ചോ, ഒന്നാമത്തെ കാര്യം നന്നായി. അതിനെ കുറ്റം പറയാന്നുള്ളത്, അതിനെ റിയാക്ട് ചെയ്യാന്നുള്ളത് ഇവിടെ ഏതൊരാൾക്കും, ഇപ്പം യൂട്യൂബർ ആണെന്നില്ല, നിന്നെ അറിയുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. നീ നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യാനോട് ആൾക്കാരുണ്ടാവും, റിയാക്ട് ചെയ്യും. അതിലിപ്പോൾ എന്താ നീ ഇത്ര പറഞ്ഞിട്ട് കാര്യം? നീ ബാക്കി പറഞ്ഞതൊക്കെ ശരി, നിൻ്റെ ഫാമിലിയുടെ ഉള്ള കാര്യം അവൻ റിയാക്ട് ചെയ്ത് റോങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കോമഡി അവൻ റിയാക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ റോങ് ആണ്. പക്ഷെ നാട്ടുകാരെ പറ്റിക്കും നീ, അതിനിവിടെ ആരും റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാതിരി മറ്റിടത്ത് വർത്താനല്ല സീനെ. ഇപ്പം അതുപോലെ തന്നെ നീ പറയുന്നത് എന്താ, ആൾക്കാർ കാണുന്നതും മലയാളത്തിലാണ്, നീ പറയുന്നതും മലയാളത്തിലാണ്. അതേ മലയാളത്തിലാണ്, പക്ഷെ അത് മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവിടെ ഇത്രയും സ്കാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് വീണ്ടും പൈസ ഇടുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ആൾക്കാർ പറയും, റിയാക്ട് ചെയ്യും. അത് ഇവൻ മാത്രമല്ല, എല്ലാവരും. ആണാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കാൻ ഞാൻ, അല്ലെങ്കിൽ പിന്നെ ഇന്നെ പറ്റി ചെയ്യുന്നതിനെ പറ്റി ഇതിന്റെ മോട്ടിവേഷൻ എനേബിൾ ആക്കരുത്, മനസ്സിലായോ? അതിന്റെ മോട്ടിവേഷൻ ഓഫ് ആക്കി വെച്ചിട്ട് വീഡിയോ ചെയ്യും. പൈസക്ക് വേണ്ടിയിട്ടല്ലേ കള്ളപ്പോലടി മോനെ, അല്ലാണ്ട് എന്തും ഇതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യണത്? ഡയലോഗ് അടിക്കണോനെ. അവിടെ മൈര കുറെ കാലം കൊടി പിടിച്ച് നടന്നു തന്നെയാണ് ഞാനും, മനസ്സിലായോ? ഈ മിണ്ടാതിരിക്കും, എൻ്റെ അടുത്ത് ബോധിപ്പിക്കണം എന്ന് ഒരു നിർബന്ധം പെടല്ല, മനസ്സിലായല്ലോ? എടാ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ കൊടി പിടിച്ചാണ്. പാർട്ടി പ്രവർത്തനമല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ പറയുന്ന ഓരോ വാക്കിലും സൊസൈറ്റിയിൽ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അല്ല നീ കൊടി പിടിച്ച് നടന്നല്ല പറഞ്ഞിട്ട് കാര്യമില്ല. വന്നിട്ട് ഷൊർണൂർ വന്നിട്ട് നേരെ ചെർപ്പളശ്ശേരിക്ക് പോവാ. ചെർപ്പശ്ശേരിയാണ് ഞാൻ. ചെർപ്പശ്ശേരി ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. ഈ ചെർപ്പശ്ശേരിക്ക് പോവാ. ചെർപ്പശ്ശേരി വന്നിട്ട് ആരെടുത്ത് മല്ലു ഫാമിലിയുടെ വീട് എവിടെ ചോദിച്ചാലും, അല്ലെങ്കിൽ മഞ്ചക്കല്ല്, ഞാൻ മഞ്ചക്കല്ല് ഓട്ടോ സ്റ്റാൻഡിലാണ് ഓട്ടോറിക്ഷ ഓടിച്ചത്, അവിടേക്ക് വാ. ഈ ആണാണെന്നുണ്ടെങ്കിൽ വാ. വെല്ലുവിളിക്കാൻ ഞാൻ ഈ പബ്ലിക്കിൽ ഇത് ഇത്രയും എത്ര ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല. മറ്റേ ഈ യൂട്യൂബിലുണ്ട്, ഞാൻ എന്നെ വെല്ലുവിളിക്കാണ്. എന്നെ വെച്ച് കാശ് ഉണ്ടാക്കാതിരിക്കും, മനസ്സിലായോ? ഈ അത്ര വലിയ ആൺകുട്ടിയാണ്, അനക്ക് എൻ്റെ അടുത്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ മോൻ്റെ ഷോപ്പൊക്കെ. പിന്നെ എപ്പോഴും ഞാൻ പറയണോ, എന്ത് വെല്ലുവിളിയാണ് നീ അവൻ വന്ന് എന്താ ചെയ്യുക? മാക്സിമം പോയാൽ നീ എന്ത് ചെയ്യുക? കുറച്ച് സൗണ്ട് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ തല്ലാൻ പറ്റുമോ എനിക്ക്? അത്രയും പേരെ മുമ്പിൽ വെച്ച് തല്ലിയിട്ട് നീ വെറുതെ നടക്കുമോ? അങ്ങനെ തല്ലിയിട്ട് ഇത് ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് അത്. ഇത്രയും പച്ചയ്ക്ക് വെല്ലുവിളിച്ച് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ പേടിപ്പിക്കാൻ പറ്റുമായിരിക്കും, അത് പേടിക്കുന്നവനാണെങ്കിൽ പേടിക്കും, അല്ലാത്തവർക്ക് ചിരിയേ വരുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിന് ആവശ്യമില്ലാത്ത മെസ്സേജ് അയച്ചതും ഞാൻ ആലോചിക്കാണ് അവരെവിടെയും കിടക്കണം. എനിക്ക് അവരുടെ കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല. എന്റെ കണ്ണട അവിടെ കെട്ടി വെക്കി. ഇതെന്താ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ? കെട്ടി വെക്കുക അവിടെ അവിടെ നേരെ അങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ കണ്ണട കെട്ടി വെച്ച് നടക്കുന്ന എത്ര പേരെ നിനക്കറിയാം? കണ്ണട വെക്കുമ്പോൾ അത് ഊരിപ്പോരും, അത് അങ്ങനെ ആക്കും. അതിന് വേണ്ടി തന്നെ കണ്ണട. നിനക്ക് എത്ര പേര് അറിയാം കണ്ണട കെട്ടി വെച്ച് നടക്കുക? നീ ഒരു 10 ആളെ കാണിച്ചേ. എന്താ എന്നെ പറ്റിയിട്ട് അന്നറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കത് അറിയാണ്ട് ചോദിക്കുകയാണ്. എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരാൾ ട്രോളിന്ന് പോയിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടോ മറ്റേ വൈരാഗ്യമായിട്ടോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്നെ പറ്റി ട്രോളാണ്. ഇപ്പോൾ ഈ നേരത്തെ തൊട്ട് മുന്നേ ഈ പറഞ്ഞു എന്നെ ട്രോളുന്ന ആൾക്കാരെ ഞാൻ തഴമ്പിച്ചു. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ വരുമ്പോഴും എൻ്റെ വീട്ടുകാർ വരുമ്പോഴും ആര് വരുമ്പോഴും എന്താണ് അവിടെ കൂടി ഇളയതാളെ പറ്റി വിജയ്ക്ക് അടക്കണ്ട് നെഗറ്റീവ്. പിന്നെ ഇപ്പം എന്താണ് ഈ സോഷ്യൽ മീഡിയക്ക് വന്ന ഏതൊരുത്തനും നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി വരാൻ പാടില്ല. കാരണം അങ്ങനെയാണോ? ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നു. അത് നീ പറഞ്ഞ പോയിന്റ് അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. അത് ഇന്ന് നെഗറ്റീവ് വന്നാൽ നാളെ പോസിറ്റീവ് വരും. നല്ല കാര്യം ചെയ്ത പോസിറ്റീവ് വരും, ചീത്ത ചെയ്ത നെഗറ്റീവ് വരും. അത്രേ ഉള്ളൂ. അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും നിനക്കുണ്ടല്ലോ, അത് വലിയ കാര്യം. എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ ആറ്റിറ്റ്യൂഡ് നൈസാണ്. ലൈക്ക് ഒരുപാട് പേര് ഇവനെ ട്രോൾ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൻ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കാര്യം തെറ്റുവിൻ്റെ ഭാഗത്താണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അതിലിപ്പോൾ ന്യായീകരിക്കാനൊന്നുമില്ല. സംഭവം ഇവന് റിയാക്ട് ചെയ്യാനുള്ള വോയിസൊക്കെ ഉണ്ട്. കാര്യം ഉള്ളത് തന്നെയാണ്. ഇവനെ കുറിച്ച് പറഞ്ഞാൽ അവന് തിരിച്ച് റിയാക്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. കാര്യം ഇവൻ്റെ പേഴ്സണൽ കാര്യത്തിൽ കുറച്ച് ഇടപെട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് റോങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഫസ്റ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ
പക്ഷെ അതിന് റിയാക്ട് ചെയ്ത രീതി പച്ചയ്ക്ക് തെറി വിളിക്കുന്നതാണ് മാസ് എന്നുള്ളൊരു മൈൻഡ് അവനുണ്ട്. അതിന് ഇനിയിപ്പോൾ എന്തുണ്ടാകും പോണേ, ഇതെന്തായാലും നിൽക്കാനൊന്നും പോകണില്ല. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇനിയും വരും, അതിലെന്തായാലും ഒരു വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ റിയാക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടാം. ഇതിൽ കണ്ടിട്ട് നമുക്ക് എന്താണ് തോന്നുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.